വെൽക്കം ടു കുക്കിംഗ് റേഷിൽ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കേക്ക് ഐറ്റവുമായിട്ടാണ്, ടെൻഡർ കോക്കനട്ട് കേക്ക്. അപ്പോൾ നമുക്ക് ടെൻഡർ കോക്കനട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ടെൻഡർ കോക്കനട്ട് കേക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ട ടെൻഡർ കോക്കനട്ട് പൾപ്പ്, വിപ്പിംഗ് ക്രീം, സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ടെഡ്ഡി ബിയർ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതേ റെസിപ്പി തന്നെയാണ് ഞാൻ ഈ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനും ഫോളോ ചെയ്തിട്ടുള്ളത്. ടെഡ്ഡി ബിയർ കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സ്പോഞ്ച് കേക്ക് ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചു. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇത്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ഇനി 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യണം. 3 ലെയർ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ടെൻഡർ കോക്കനട്ട് പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഇളനീരിൻ്റെ കഴമ്പും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് ഇളനീർ വെള്ളം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ പൾപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഇങ്ങനെ ബേസിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് ഒന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി ആ കേക്കിൻ്റെ എൻഡിലായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ടൊരു ബോർഡർ വരച്ച് കൊടുക്കണം. അപ്പോൾ ബോർഡർ വരച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് ടെൻഡർ കോക്കനട്ട് പൾപ്പ്. നമ്മൾ ഷുഗർ സിറപ്പിന് പകരമാണ് ടെൻഡർ കോക്കനട്ട് പൾപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര പൾപ്പാണോ ഇതിൻ്റെ എല്ലാ സൈഡിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അത്രയും പൾപ്പാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ സൈഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ടെൻഡർ കോക്കനട്ടിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റും ആവും. ഇനി വേണമെങ്കിൽ ഇളനീരിൻ്റെ കയമ്പ് ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം പൾപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൾപ്പ് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഐസിങ് നൈഫുമ്മൽ സ്റ്റിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം ഇതുപോലൊരു സർക്കുലേഷൻ കൊടുത്തത്. ഇനി ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് ലെവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് കേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി സെക്കൻഡ് ലെയറിലും അതുപോലെ തന്നെ നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്യുക. ബോർഡർ വരച്ച് കൊടുക്കുക, പൾപ്പ് അപ്ലൈ ചെയ്യുക, വിപ്പിംഗ് ക്രീം കൊണ്ട് ഒരു സർക്കുലേഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫൈനൽ കേക്ക് വെച്ച് കൊടുക്കുക. ഫൈനൽ ലെയറിൽ നമ്മൾ പൾപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 2 ടീസ്പൂൺ അപ്ലൈ ചെയ്യുക. അങ്ങനെ അത്യാവശ്യം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി കുറച്ച് ലാവിഷായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. എല്ലാ സൈഡിലും അപ്ലൈ ചെയ്യണം. നമ്മുടെ മുകളിലെ പോർഷനും സൈഡിലും എല്ലാം കുറച്ച് ലാവിഷായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി കേക്കിൻ്റെ മുകൾ സൈഡിലെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു സിമ്പിൾ ഡെക്കറേഷൻ, റിബൺ ഡെക്കറേഷന് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ റോസെല്ലാം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന റോസ് നോസിലാണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡിൽ വേറൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഗനാഷ് ഉണ്ടാക്കുകയാണ്. കുറച്ച് ക്രീം എടുത്തു. ക്രീം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു. അപ്പോൾ നമ്മൾ ഗനാഷ് ഒരു 1.5 ടീസ്പൂൺ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തു. ഇനി അത് നമുക്ക് കേക്കിൻ്റെ സൈഡിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേക്കിന്. ശരിക്കും ഒരു ക്യൂട്ട്നെസ് എല്ലാം തോന്നുന്നുണ്ട്. ഇതൊരു ശരിക്കും കളർഫുൾ ആയിട്ടുള്ളൊരു കേക്കൊന്നുമല്ല, ഒരു കാമായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ കേക്ക് ഒന്ന് കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഒരു ഡ്രോപ്പ് കളർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കേക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ 2 സൈസിലുള്ള ഷുഗർ ബോൾസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷുഗർ ബോൾസ് ഇല്ലെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം.
അപ്പോൾ നമ്മൾ 2 സൈസിലുള്ള ഷുഗർ ബോൾസ് കുറേശ്ശെയായിട്ട് കേക്കിൻ്റെ മുകളിലെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഓരോ ഷുഗർ ബോൾസായിട്ട് നമുക്ക് സൈഡിൽ സ്റ്റിക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് കേക്കിൻ്റെ സൈഡിലോട്ട് ആയിട്ട് ആണെങ്കിൽ ഓരോ ബോൾസായിട്ട് ഒന്ന് ത്രോ ചെയ്താൽ മതി. അപ്പോൾ അവിടെ സ്റ്റിക്കാവും. 2 സൈസിലുള്ള ഷുഗർ ബോൾസും മിക്സ് ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു സിമ്പിൾ ടെൻഡർ കോക്കനട്ട് കേക്ക് റെഡിയായി. ഇനി ഇത് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം നമുക്കിതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ഞാൻ റോസ് നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇനി ഇതൊന്ന് കേക്കിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം എത്ര റോസ് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിൽ വയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെയിം നോസിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ ഈ സൈഡിൽ നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫസ്റ്റ് കേക്ക് എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കേക്കിൽ അത്ര എക്സ്പേർട്ട് അല്ലാന്ന്. ഇതെൻ്റെ 3ാമത്തെ കേക്കാണ്, ടെൻഡർ കോക്കനട്ട് കേക്ക്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഐഡിയ വെച്ചിട്ട് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നൈഫ് പോകുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ 3 ലെയേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. കഴിക്കുമ്പോൾ ശരിക്കും നല്ല ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.